ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബാങ്ക് എക്സാംസിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്, സ്ട്രാറ്റജി, അതുപോലെ ഞാൻ പഠിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് ടിപ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സിലബസ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടല്ലോ. നിങ്ങൾക്ക് സിലബസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആദ്യം തന്നെ ഒരു ഫ്രഷർ ആണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ ഒരു 15 to 20 ഡേയ്സ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ നിങ്ങൾ ബാക്കിയുള്ള ഓരോ സെക്ഷൻസിൻ്റെയും ബേസിക്സ് തറവായി പഠിച്ചിരിക്കുകയും വേണം. അതിനൊക്കെ മുന്നേ തന്നെ, അതിപ്പം ഫ്രഷേഴ്സ് ആണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആസ്പിറൻസ് ആണെങ്കിലും, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 to 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, 20 to 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ്, ഇതൊക്കെ നിങ്ങൾ തറവായി പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും നമുക്ക് ഒരേപോലെ ഇതൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ DI ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കും. സോ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഡെയിലി ഇന്ന് പഠിക്കുന്ന കാര്യം ഇന്ന് കളയാതെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈം മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുള്ളൂ. ടൈം മാനേജ്മെൻറ്റ് പറയുമ്പോൾ, ടൈം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ടൈമർ സെറ്റ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. ബട്ട് സിംപ്ലിഫിക്കേഷന് ഡെയിലി നിങ്ങൾ ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ആദ്യം എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഈ സെക്ഷനിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് DI ചെയ്യാൻ ശ്രദ്ധിക്കണം. നമുക്ക് 2 DI വെച്ചാണ് എക്സാമിന് കിട്ടുന്നത്. അപ്പം ഇതൊക്കെ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് കുറച്ച് 5-6 ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ ആദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യും നോക്കി ചെയ്യുമ്പോൾ, പിന്നെ നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും ഇപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഇത് കൂടാനായിട്ടും ഇതൊക്കെ ചെയ്യുമ്പം നമുക്ക് സാധിക്കും. എനിക്ക് നിങ്ങളോട് എൻ്റെ പേഴ്സണലായിട്ടുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാനിതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്ത ടിപ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഇനിയിപ്പം വരുന്ന ഓരോ വീഡിയോസിലും റീസണിങ്ങിൻ്റെയും ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ്, അതേപോലെ കറണ്ട് അഫെയർസ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്വാണ്ടിനെ കുറിച്ച് എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, ആക്യുറസി, ടൈം മാനേജ്മെൻറ്റ്, ഈ 3 കാര്യങ്ങളും നമ്മൾ ക്വാണ്ടിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ കാൽക്കുലേഷൻ മൈൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മൈൻഡ് കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ ആക്യുറസി ചെയ്യാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പല മാത്സ് കാൽക്കുലേഷൻ ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുകയും, അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും കാൽക്കുലേഷൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷനും നമ്പർ സീരീസും DIയും. ബാക്കിയുള്ള മിസലേനിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെന്നെങ്കിലും സെലക്ട് ചെയ്താൽ മതി ഓരോ ദിവസവും പഠിക്കുമ്പോൾ. ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. താങ്ക് യു ഓൾ, ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ more videos.